നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉക്രൈൻ സന്ദർശനത്തിന് പരിഹാരം കണ്ടെത്തുന്നതിൽ ഇന്ത്യയുടെ സാധ്യമായ പങ്കിനെ കുറിച്ചുള്ള പുതിയ ആഹ്വാനങ്ങൾക്കിടയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രതിനിധി സെർജി ഷോയ്ഗുമായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വിപുലമായ ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര താൽപര്യങ്ങൾ സംബന്ധിച്ച സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നാണ് വിവരം. ബ്രിക്സ് രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കോൺക്ലേവിനിടയിലാണ് ബുധനാഴ്ച വൈകുന്നേരം ഡോവൽ ഷോയ്ഗു കൂടിക്കാഴ്ച നടന്നത്. ഓഗസ്റ്റ് 23-ന് കീവിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇടം പിടിച്ചതായി മനസ്സിലാക്കുന്നു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ പ്രധാനമന്ത്രി മോദി ഉന്നത സന്ദർശനം നടത്തി 2 ആഴ്ചകൾക്ക് ശേഷമാണ് ഡോവലിന്റെ റഷ്യ സന്ദർശനം. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ സമയം പാഴാക്കാതെ ഉക്രൈനും റഷ്യയും ഒരുമിച്ചിരിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സജീവമായ പങ്ക് വഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ മോദി പറഞ്ഞിരുന്നു. സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്നും പ്രതിസന്ധിയുടെ സമാധാനപരമായ പരിഹാരത്തിന് വ്യക്തിപരമായ സംഭാവന നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകോടി ചർച്ചകൾ നടത്തി 6 ആഴ്ചകൾക്ക് ശേഷമാണ് മോദിയുടെ ഉക്രൈനിലേക്കുള്ള 9 മണിക്കൂർ സന്ദർശനം നടന്നത്. 1991-ൽ ഉക്രൈൻ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. കൂടാതെ അജിത് ഡോവൽ വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ CPC പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും ഇന്ത്യ ചൈന അതിർത്തി ചർച്ചകളുടെ ഉന്നത നേതാവുമായ വാങ് ബുധനാഴ്ച ഡോവലുമായി ഒരു ഹ്രസ്വ ആശയവിനിമയം നടത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും LACയിലെ പ്രശ്നങ്ങളെല്ലാം ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. യഥാർത്ഥ നിയന്ത്രണത്തിലെ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഇരുപക്ഷത്തിനും അവസരം ലഭിച്ചിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടുമെന്നും കരുതുന്നു. തർക്കബാധിത മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഇരുപക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പ്രശ്നങ്ങൾക്ക് നേരത്തെയുള്ള പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സമീപകാല ശ്രമങ്ങൾ അവലോകനം ചെയ്യാൻ യോഗം ഇരുപക്ഷത്തിനും അവസരം നൽകി, വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കൂടിക്കാഴ്ചയിൽ പ്രസക്തമായ ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോക്കോളുകളും മുൻകാലങ്ങളിൽ ഇരുപക്ഷവും ഉണ്ടാക്കിയ ധാരണകളും പൂർണ്ണമായി പാലിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല മേഖലയ്ക്കും ലോകത്തിനും പ്രാധാന്യമുള്ളതാണെന്നും ഇരുപക്ഷവും സമ്മതിച്ചു. നേരത്തെ നിലവിൽ ജനീവയിലുള്ള വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചൈനയുമായുള്ള ബന്ധം വേർപെടുത്തൽ പ്രശ്നങ്ങളിൽ ഏകദേശം 75% പരിഹരിക്കപ്പെട്ടതായി അവകാശപ്പെട്ടു. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം നിലനിൽക്കുന്ന വിഷയത്തിൽ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക വൽക്കരണമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ജയശങ്കർ അടിവരയിട്ടു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.